ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് അപ്പമ്പൊളിച്ച് എന്നാണ് കേട്ടോ. എൻ്റെ ഇവിടെ തൊട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് എൻ്റെ ഫാമിലി ആയിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരാം. അങ്ങനെ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമുക്ക് കാറിലൊക്കെ കയറി അങ്ങനെ അനിയനെ ഗേറ്റ് എടുക്കാനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നേ. അനിയൻ ഗേറ്റൊക്കെ അടിച്ച്, കാരണം വീട്ടിൽ മൃഗങ്ങൾ ശല്യമുണ്ട്, അതാട്ടോ ഗേറ്റ് എടുക്കണേ. അങ്ങനെ കണ്ടു ആഗ്രഹിക്കുന്ന കുറേ പറഞ്ഞ് പ്ലാൻ ഇട്ടിട്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും പോവാതിരിക്കും, ഭയങ്കര സങ്കടമല്ലേ. അതേപോലെ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ വേഗം ഇത് പ്ലാൻ ഇട്ടപ്പോൾ വേണ്ട കുഴപ്പമുണ്ടായിട്ടില്ല. നമ്മൾ എൻജോയ് ചെയ്തിട്ട് പോയി, എല്ലാവരും പാട്ടൊക്കെ പാടി കുറേ വീഡിയോ ഒക്കെ എടുത്ത് നല്ലൊരു ഇതിലായിട്ട് പോയി. അങ്ങനെ ഞാൻ പോകുന്ന സ്ഥലത്ത് എൻ്റെ ട്യൂഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു നമുക്കവിടെ കിട്ടിയത്. അതുപോലെ എൻ്റെ ഫാമിലി ആയിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം അനിയൻ അത് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ കുറേ ചൂടാക്കി കളിയാക്കിയ ശേഷം അവൻ പറഞ്ഞാൽ ആ വരുന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും കൊണ്ട് പോയി അവിടെ എത്തി. ഏകദേശം നമ്മൾ കഴിവൊക്കെ കഴിഞ്ഞ് നമ്മൾ അപ്പം പൊളിച്ചെന്ന് പറഞ്ഞു കേട്ടോ. അനിയനൊക്കെ ഫോണിൽ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അപ്പം പൊളിച്ച് വന്നു. അങ്ങനെ എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ 5 അപ്പം പൊളിച്ച് തിന്നാനായിട്ട് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു അപ്പം പൊളിച്ചത്. അങ്ങനെ നമ്മൾ അപ്പം പൊളിച്ചൊക്കെ തിന്ന് കുറേ വർത്തമാനം പറഞ്ഞൊക്കെ തിന്ന് അങ്ങനെ എല്ലാവരും കൂടി തിന്ന് അപ്പം പൊള്ളിച്ച കേട്ടോ. അങ്ങനെ ഷാർട്ടൊക്കെ തിന്ന് കുറേ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പം പൊള്ളിച്ച് വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കി നമുക്ക് കിട്ടിയില്ല. അങ്ങനെ കൈയൊക്കെ നോക്കി തിന്നുണ്ടായിരുന്നു. ഞാനും എല്ലാം ഉണ്ടായിരുന്നു, ഉമ്മയും ഉപ്പയും എല്ലാ ഫാമിലി ആട്ടം പോയത്. നമ്മൾ തിന്ന് നമുക്ക് കുറേ കോമഡിയൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാവരും തിന്നുമ്പോൾ സംസാരിക്കാൻ പാടില്ലെന്നാണ് ലേശം. ഞാനൊക്കെ എനിക്കതാവില്ല കേട്ടോ, ഞാനൊക്കെ തിന്നുമ്പോൾ സംസാരിക്കും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമുക്ക് 3 ബൂസ്റ്റും ഉമ്മാക്കും ഉപ്പാക്കും ചായയൊക്കെ. ഉമ്മക്ക് ചായ നിർബന്ധം കേട്ടോ, അതില്ലെങ്കിൽ ജീവിക്കാൻ ഇങ്ങനെയാണ് അവസ്ഥ, തലവേദന എടുക്കും. നിങ്ങൾക്ക് ആർക്കും കൊണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ ബൂസ്റ്റൊക്കെ കുടിച്ച് അതിനെ കുറിച്ച് തിന്നാൻ ലേറ്റ് ആയി കേട്ടോ. അവൻ ആസ്വദിച്ച് വന്നു. അങ്ങനെ അതൊക്കെ ലാസ്റ്റ് എല്ലാം തിന്നതിൻ്റെ പൈസ നമ്മളൊന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ടോ. നിങ്ങൾക്ക് പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ. അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴുകി നമ്മളങ്ങനെ ഇറങ്ങാൻ പോകുന്ന നേരത്തെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ ഐസ്ക്രീമിന് അവിടെ പോയി. ഉണ്ടാക്കുമ്പോൾ ഐസ്ക്രീം ഇല്ല കേട്ടോ. അങ്ങനെ അവിടെ പാലുണ്ടായിരുന്നു. ആ പാലത്തിന് അവിടെ പോയി നമ്മൾ സംഭവം വെറുതെ പോയി. അപ്പോൾ അവിടെ ഏട്ടൻ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ആ മീൻ പിടിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ ഏട്ടൻ അതെടുത്ത് അതിന് സഞ്ചിയിലാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളവിടെ കുറേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്നെല്ലാം കണ്ട് ആസ്വദിച്ച് ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു ഏട്ടൻ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഇതിലില്ലായിരുന്നു. നമ്മൾ കുറേ പ്രകൃതി ബന്ധം ആസ്വദിച്ചിട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഒരു ഏട്ടൻ മീൻ പിടിക്കുന്നതാണ്. നമ്മൾ ചേട്ടൻ ഒന്ന് പൊന്തിച്ച് വരും പിടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടൻ പൊന്തിച്ച് വന്ന് നമുക്ക് പിടിക്കാൻ. അങ്ങനെ എൻ്റെ അനിയനെ കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻ. അനിയൻ വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ നല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മീൻ പിടിക്കാൻ. പക്ഷെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങളാണെങ്കിൽ പിടിച്ചാക്കുന്നൊക്കെ കമൻറ്റ് ഇതൊക്കെ എല്ലാം കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരിക കേട്ടോ. ഞാൻ കുറേ പാട്ടൊക്കെ പാടി ഇതുപോലെ കുറേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പാട്ടൊക്കെ പാടി ഫാമിലി എൻജോയ്മെൻ്റ് ആയിട്ടാണ് വന്നത്. നമ്മൾ കുറേ കാലം വെച്ചാൽ അങ്ങനെ പോകുന്നത്. കാറ് ആപ്പാൻ്റെ കാറ് വാങ്ങാണ്. പിന്നെ എൻ്റെ ഉപ്പാപ്പനെ വീടിക്കോരെ അവിടെ നിന്ന് ഒരു 3 ഐസ്ക്രീം എടുത്തു. 3 ആളല്ലേ, 3 ഐസ്ക്രീമൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ജംസിൻ്റെ ഭാഗത്ത് കേട്ടോ. അങ്ങനെ ഐസ്ക്രീം എടുത്ത് ശേഷം ഞാൻ ഒരു ജംസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബബ്ലിന് ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെടുത്തിട്ട് ഉപ്പാൻ്റെ സ്കൂട്ടർ ഉപ്പാപ്പാൻ്റെ വീടിൻ്റെ കടലിൻ്റെ അടിയിരുന്നു. അപ്പോൾ ഞാനും ഉമ്മ അതിലാണ് വന്നത്. പിന്നെ അത് ബൈക്കിന് നല്ലല്ലേ, കാറിനെ പോലെ അല്ലല്ലോ, പുറത്തേക്ക് വീടുണ്ടല്ലോ. നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇത് എൻ്റെ വീടിൻ്റെ മുകളിൽ ഹോസ്പിറ്റൽ കേട്ടോ. ഹോസ്പിറ്റലിൽ വന്ന് അങ്ങനെ ലാസ്റ്റ് ഞാൻ വീട്ടിലെത്തി ഗേറ്റൊക്കെ അടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.